കട്ടീൻ്റെ വിളിച്ചോ, കുഴപ്പമില്ല കട്ടി. ഞാൻ ഒരുപാട് പ്രൊമോഷനും ഇതിനൊക്കെ അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു വൃദ്ധസദസ്സിൽ വെച്ചിട്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്നത്. ഈ നാടകം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഒരു ഫിലിമും ഇതും തമ്മിലുള്ള നാടകം ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, എന്നെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നപ്പോഴാണ് ഇതുപോലെ ആളുകളെ ഇരുത്തിയിട്ടും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ തുടങ്ങിയത്. ജയിലർ 2 എന്ന് പറഞ്ഞ സിനിമ രജനീകാന്ത് സാറിന്റെ കൂടെയാണ്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്നത്തെ സമൂഹം ഇതിനൊരു ഉത്തരം കണ്ടെത്തണം. ഞങ്ങൾ അതിൻ്റെ അകത്തൊരു ഉത്തരം പറയുന്നില്ല. ഈ മിമിക്രി കാണാൻ തന്നെ ഒരു 15 രാജ്യങ്ങളിൽ പോകാൻ പറ്റും. പ്ലേസിന്റെ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ എന്റെ കൂടെ ഹോട്ട് സീറ്റിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ സുഗത സർ ആൻഡ് ബിന്ദു ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൂവിയിലേക്ക് കിടക്കാം. ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ സോറി സർ ഫസ്റ്റ് ചേട്ടൻ വിളിച്ചോ, കുഴപ്പമില്ല. കട്ടീൻ്റെ വിളിച്ചോ, കുഴപ്പമില്ല കട്ടി. ചേട്ടൻ വിളിച്ചോളൂ. ഓക്കെ ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനുള്ളത്, ഈ ഒരു മൂവി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്? കരുതൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്? ഏതൊരു ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്? അതായത് ഈ ഒരു കഥ പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം കഥ പറയുന്നത് ജോമി. അപ്പം ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലും നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ യാദർച്ഛികമായി അങ്ങനെ സംഭവിക്കാമല്ലോ പറഞ്ഞു. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു കാര്യത്തെ പറ്റുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സമൂഹ ജീവിതത്തിൽ പലപ്പോഴും പാരൻസൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ്. അല്ല, പലപ്പോഴും മക്കൾ വിദേശത്തും ജോലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും വയസ്സായവരെ സ്ത്രീകളും അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലത്ത് ഞാൻ വിചാരിച്ചു അദ്ദേഹം എഴുതിയ കഥയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഭവിച്ചൊരു കഥയാണെന്നാണ് പറഞ്ഞത്. അത് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്. അപ്പോൾ വളരെ പ്രസക്തമാണ്, വളരെ കാലിക പ്രസക്തമുള്ളൊരു സബ്ജക്റ്റാണ് അത് സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രിക്കോഷനാണ്, ഇതൊരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പാണ്. ഇതിൽ നിന്നൊരു കൃത്യമായി ഒരു മെസ്സേജ് കൊടുക്കുന്നൊരു ചിത്രമാണ് കരുതൽ. അപ്പോൾ അതാണ് ഇത് ഡീൽ ചെയ്യുന്നൊരു സബ്ജക്റ്റ്. കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല, എൻ്റെ ഒരു സസ്പെൻസുകൾ എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചേട്ടൻ ഏതൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ഞാനിതിൽ എൻ്റെ കഥാപാത്രമുള്ള രസികനായിട്ടൊരു കഥാപാത്രമാണ്. ഇതിൽ നായികയുടെ അച്ഛനായിട്ട് പ്രഹ്ലാദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാളായിട്ടാണ്. അത് കുറച്ച് മടിയനായിട്ട്, കുറച്ച് സാഹിത്യം, അങ്ങനത്തെ ഒരു എൻ്റെ കഥാപാത്രം അങ്ങനെ ഭയങ്കര സസ്പെൻസിലേക്ക് പോകുന്നതല്ല, പക്ഷേ രസമായിട്ടുള്ളൊരു കഥാപാത്രം. പക്ഷെ മൊത്തം സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതെ തിയേറ്ററിലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 3 പേരും പല വ്യത്യസ്ത മേഖലകളിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബിന്ദു ചേച്ചി ആണെങ്കിലും ഇപ്പോൾ മ്യൂസിക്, അതുപോലെ തന്നെ മിമിക്രി, അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ എത്താൻ എന്താണ് പ്രചോദനമായത് ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ? ഞാൻ ശരിക്കും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, സിംഗറാണ്. അപ്പോൾ സിംഗിങ്ങിൽ എങ്ങനെ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മിമിക്രി കൊണ്ടുവരാം എന്ന ആശയമായിട്ടാണ് ഒരു മിമിക്രി തരത്തിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഗായികമാരുടെ ശബ്ദമൊക്കെ അനുകരിച്ച് നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പെൺകുട്ടികളുടെ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലോകത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ 5 പെൺകുട്ടികൾ മിമിക്സ് പരേഡൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ പാട്ടും മിമിക്രിയും ഗാനമേളയും സ്റ്റേജ് ഷോ അങ്ങനെ പോവുകയാണ്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പ്രദീപ് പള്ളുരുത്തി ചേട്ടനൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദുജ ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു പാട്ടുണ്ട്, അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അങ്ങനെ ചേട്ടൻ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാനപ്പോൾ പാട്ട് പാടി സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ആനുകാലികപ്രസവമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് നമ്മുടെ കിടങ്ങന്നൂർ, പത്തനംതിട്ട ജില്ലയിൽ കിടങ്ങന്നൂർ ആറന്മുളയിലുള്ള കരുണാലയം എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോമിൽ മീഡിയ കോർഡിനേറ്ററാണ്. അപ്പോൾ ഒരു 8 വർഷമായിട്ട് അച്ഛനമ്മമാരുടെ ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ എനിക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിപ്പോയി. അപ്പോൾ അതിൽ നല്ലൊരു പാട്ട് ഞാനും പ്രദീപ് ഏട്ടനും കൂടെ ചേർന്ന് പാടിയിട്ടുണ്ട്. കള്ളച്ചിരി എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഓഡിയോയും വീഡിയോയും എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല റെസ്പോൺസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഞങ്ങൾ അവിടെ പോയിരുന്നു, ബിന്ദുജ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അവിടെയായിരുന്നു എൻ്റെ കിടങ്ങൂർ, അവിടെയായിരുന്നു എൻ്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ വെച്ച്. അതെ, മോഷൻ പോസ്റ്റർ അവിടെ വെച്ചിട്ടായിരുന്നു ലോഞ്ച്, നമ്മുടെ കരുണാലയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ സാറ് ഇവിടെ എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മൾ അച്ഛനമ്മമാരുടെ ഒരു ഫാഷൻ ഷോ, ഒരു ചരിത്രമായിരുന്നു അവിടെ വെച്ച് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഗ്ലാമറസ് സ്ഥലത്താണല്ലോ, എപ്പോഴും അങ്ങനത്തെ പരിപാടിയായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്ന പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രൊമോഷനും ഇതിനൊക്കെ അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു വൃദ്ധസദസ്സിൽ വെച്ചിട്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്നത്. അത് വളരെ അവർക്ക് തന്നെ വളരെ, നമുക്കും ഒരു പുതിയ അനുഭവമായിരുന്നു, അവർക്കും വളരെ സന്തോഷം. അവരെ ഫുള്ളി എൻഗേജ് ആക്കിക്കൊണ്ട് അവരുടെ ഫാഷൻ ഷോ കണ്ടായിരുന്നു അവിടുത്തെ. അതെ, നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതില്, അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. സിനിമയിലൊക്കെ അഭിനയിച്ചു 4 പേരും. നമ്മുടെ ഈ റീലിൽ കൂടെയാണ് അവരും. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവര്? ഇടത്തലപ്പാപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അവരുടെ ഫാഷൻ ഷോയും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ അമ്മമാരുടെ വീഡിയോസും കാര്യങ്ങളും, അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു. പിന്നെ ചേച്ചി അതിനകത്തൊരു പാട്ടുണ്ടല്ലോ, കള്ളച്ചേരി. അതെ, ആ പാട്ടൊന്ന്. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഏറ്റു പാടുന്നുണ്ട്. നമ്മുടെ നായികയും ഒക്കെ ഇന്നലെ ഇങ്ങനെ പാടുന്ന കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നമ്മൾ പാടിയൊരു പാട്ട് വേറെ ആളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു 4 വരി പാടാം. കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമീശ കറുപ്പിച്ചു നടക്കേണ്ട. അത് ജോമിയുടെ തന്നെ ഫാദറാ, ജോസ് കൈപ്പർ. അത് ഇതിനകത്തൊരു ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ. ചേട്ടൻ എങ്ങനെയാണ് ഈ കരുതൽ മൂവിയിലേക്ക്? എൻ്റെ പേര് സ്റ്റീഫൻ ചെട്ടിക്കൻ, വീട് ഉഴവൂരാണ്. ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് എൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ സ്കൂളുകളിലെ തലയെണ്ണുന്ന സമയത്ത് എൻ്റെ ഒരു കൊച്ചിൻ്റെ എണ്ണം കുറഞ്ഞ് അങ്ങനെ ഡിവിഷൻ പോയി. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സനീഷ് രാമൻ എന്ന് പറഞ്ഞൊരു കക്ഷി വന്നിട്ട് പുള്ളി ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിന് ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ച് ഷൂട്ട് തുടങ്ങി. അപ്പോൾ ആ ഷൂട്ടിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ജോസ് കൈപ്പാറായിട്ടാണ്, നമ്മുടെ ജോമിയുടെ ഫാദറാണ്. അപ്പോൾ പുള്ളിയാണ് അതിൻ്റെ അകത്ത് മെയിൻ ഒരു ഫാദറിൻ്റെ ഒരു അച്ഛൻ്റെ വേഷം ചെയ്യുന്നത്, ഒരു നായികയുടെ അച്ഛനായിട്ട്. അപ്പോൾ അതും ഈ കോവിഡ് സംബന്ധമായൊരു വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ജോസിയേട്ടനെ കൊണ്ടുവന്ന് നമ്മുടെ സെറ്റ് കൊണ്ടുവന്നാക്കിയിട്ട് നിൽക്കുമ്പോൾ ജോമി ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ചെറിയ വേഷം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ജോമീന് ജസ്റ്റ് ഒരു പാസിങ് ഷോ ഒരു സീനിൽ കയറ്റി ജോമി ഒരു ഡോക്ടറായിട്ട് പാസ് ചെയ്ത് പോകുന്ന പോലെ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോമി എന്നെ വിളിച്ചു, നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാഗ്രത എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അന്നേരം എന്നെ പിടിച്ച് അതിൻ്റെ അകത്ത് നായകനാക്കി. അപ്പോൾ ജോസിയേട്ടനും പ്രധാന റോൾ വന്നു. അങ്ങനെ തുടർച്ചയായി പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഇങ്ങനെ ഒരു 8-10 ജോമി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തു. അതിൽ പലതിനും അവാർഡൊക്കെ കിട്ടി. പിന്നെ അദ്ദേഹം ഒരു നേഴ്സാണ് ജോമി. അപ്പോൾ അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് മേഖലകളിൽ നിന്ന് വന്നിട്ട് ഇത്തരം സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് അദ്ദേഹം ചെയ്തതല്ല. അപ്പോൾ ഈ ജാഗ്രത പോലും നമ്മൾ കോവിഡ് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ഷോർട്ട് ഫിലിമുകളാണ് കൂടുതലും ചെയ്തിരുന്നത്. അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അവിടെയുള്ള സാമൂഹ്യ സംഘടനകളിലൊക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സാബു ജെയിംസ്, അപ്പോൾ ഈ സിനിമയുടെ ക്യാമറ അതുപോലെ സ്ക്രിപ്റ്റ് പുള്ളിയാണ്. അപ്പോൾ സാബു ജെയിംസ് ഇതുപോലെ അവിടെ നാട്ടിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് നാട്ടിലുള്ള കലാകാരന്മാരെ എല്ലാവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പുള്ളി ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അപ്പം അതിൻ്റെ അകത്തൊരു വേഷം, നല്ലൊരു വേഷം കിട്ടി. അപ്പം അന്ന് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ പോലെ അതിൻ്റെ എല്ലാ വർക്കുകളിലും പുറകെ ഓടി നിൽക്കാനും പറ്റി. ഇപ്പോൾ ജോമിയും അതിൻ്റെ അകത്തൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വട്ടം കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പം വീണ്ടും ഇടയ്ക്ക് ആദ്യം ഒരു ലോക്ക്ഡൗൺ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പിന്നെയും ലോക്ക്ഡൗണിലേക്ക് പോയി. അപ്പം അങ്ങനെ ഒരു വട്ടം കൂടി ബ്രേക്കായ സമയത്ത് വേറെ 2 ചെറിയ പടം കൂടി ആ ഒപ്പം തന്നെ ഞങ്ങൾ ഈ സാബു ജെയിംസിനെ തന്നെ സംവിധാനത്തിൽ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോമി ചോദിക്കുന്നത്, ചേട്ടാ നമുക്കൊരു പടം ചെയ്തേക്കാം. നാഷണൽ അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം ഏതായിരുന്നു? അത് ഈ ജാഗ്രത തൊട്ട് എല്ലാത്തിനും തന്നെ എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്. മീൻസ് എല്ലാം ഈ സോഷ്യൽ ഇഷ്യൂസാണ് കൈകാര്യം ചെയ്തിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി
കോട്ടയത്തുള്ള കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നേഴ്സുമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ 2-3 പടങ്ങൾ ഉള്ളൂരിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കരുതലിലേക്ക് ജോമി കടന്നു വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ജോമിയുടെ ഒരു നിഴലായിട്ട് നമ്മളിപ്പോഴും കൂടെയുണ്ട്. സ്റ്റീഫൻ ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്, ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറിന്റെ നെയിം ഇതിൻ്റെ അകത്ത് ശലമോനച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു പ്രീസ്റ്റ് ആയിട്ടാണ് പക്ഷേ നായകന്റെ അമ്മാവനാണ്. നായകന്റെ അമ്മാവനായിട്ടാണ്. ഓക്കെ, ശരി. അപ്പൊ ഈ നമ്മുടെ ഡയറക്ടറുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമ്മുടെ ജോമി ജോസിന്റെ കൂടെയുള്ള ഡയറക്ടറിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിലുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ? ജോമിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ പറയുമ്പോൾ സ്റ്റീവൻ, പക്ഷെ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. അതിനോട് പുറമെ ഭയങ്കര ഡെഡിക്കേഷനുള്ള ഒരാളാണ്. കാരണം അതേപോലെ സമയത്ത് ജോമി എന്തോ അയർലൻഡിൽ പോകുന്നൊക്കെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിൻ്റെ ഒപ്പം അതായത് ഔദ്യോഗിക ജീവിതവും അദ്ദേഹത്തിൻ്റെ സർഗാത്മക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നല്ല തന്ത്രപ്പാടിലായിരുന്നു ആ സമയത്ത്, സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. പക്ഷേ അയാൾക്ക് വളരെ ഡെഡിക്കേഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് ആത്മാർത്ഥത ഉണ്ട്. ഒരുപക്ഷെ ഇനി ഭാവിയിലും കൂടുതൽ സിനിമകളല്ലേ എന്ന് പ്രതീക്ഷിക്കാം എന്നാണ്. ഈ ഫിലിമിന്റെ സെറ്റിലുണ്ടായിരുന്ന എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഫണ്ണി മൊമെന്റ്സ് എന്തെങ്കിലും ഒക്കെ? സുനിൽ സാർ തന്നെ ഷൂട്ട് ചെയ്ത് കാരണക്ഷേത്രം എന്ന് പറയുന്ന ശരിക്കും ഒരു നമ്പൂതിരി ഇല്ലത്ത് തന്നെയാണ്. സാറ് ഒരു നമ്പൂതിരി ക്യാരക്ടറാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഇല്ലത്ത് തന്നെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കാരണക്ഷേത്രത്തിലെ അനിയൻ തലയാറ്റിപ്പള്ളി എന്ന് പറയുന്ന ഗ്രന്ഥകാരനും ഒരുപാട് പല പല ആക്ടിവിറ്റീസുള്ള ആളാണ്. എന്തെങ്കിലും ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ റിട്ടയർ ചെയ്തിട്ട് ആളൊരു ക്ഷേത്രമാക്കിയിട്ട് അയാളുടെ വീടിന്റെ പേര്, അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് കാനന ക്ഷേത്രം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് എന്നിട്ട് എല്ലാതരം ഔഷധ സസ്യങ്ങളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞേ ഈ ശബരിമല കാലത്തായ ഈ ബോർഡ് വായിച്ചിട്ട് ആളുകള് അമ്പലത്തെ വിചാരിച്ചിട്ട് അവിടെ വന്ന് ക്ഷേത്രം എന്നല്ല, വീടാണത്, വീട് തന്നെയാണ്, പുള്ളിയുടെ വീടാണ്. പുള്ളി രസികനായ ഒരു വ്യക്തിയായിരുന്നു. ഇത് പുള്ളി ശരിക്കും പുസ്തകങ്ങൾ എഴുതുന്നയാളാണ്. ഇതിൻ്റെ അകത്ത് സുനിൽ സാറ് കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രഹ്ലാദൻ നമ്പൂതിരി എന്ന് പറയുന്ന ക്യാരക്ടറും ശരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ നാട്ടിലുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റേതായ തരത്തില് മടിയനൊക്കെ ആക്കി പുള്ളി അത് വിചാരിച്ച് പുള്ളിന് മടി ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ വെച്ചിട്ടാന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായിട്ട് അറിയില്ലല്ലോ. അപ്പം നമ്മൾ ഒരു ക്യാരക്ടർ എഴുതി വെച്ചതിന് പുറമെ നമുക്ക് എന്തതിനെ രസകരമാക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും നല്ല ലൊക്കേഷനായിരുന്നു ആ സമയം. ഇപ്പോൾ നമ്മൾ ചേട്ടൻ്റെ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കോമഡി ക്യാരക്ടറൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളിമുങ്ങ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കര ഡൈജസ്റ്റ് ആയിട്ടുള്ള ഒരു പള്ളിയിലച്ഛനുണ്ട്. ആ ഒരു ബിജു മേനോനായിട്ടുള്ള ഒരു കോംബോ ഉണ്ട്, ഒരു പള്ളിയിലച്ഛൻ. ഇപ്പോഴും അതിനകത്ത് മിക്ക കോമഡീസും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ പള്ളിയിൽ പോകുമ്പോഴുള്ള കോമഡീസും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു റോളിൽ നിന്ന് നേരെ ഒരു തമിഴ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വില്ലൻ ക്യാരക്ടറായിട്ട്, പോർത്തൊഴിൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ. അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? ഒരു ഡിഫറെന്റ് ക്യാരക്ടർ തന്നെയായിരുന്നല്ലോ. അതെ അതെ, ആസ് ആൻ ആക്ടർ നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന സിനിമകൾ ചെയ്യാനാണ്. പക്ഷേ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ റോളുകൾ പിന്നെയും അങ്ങനെ ചെയ്യാൻ പറയും. അപ്പം നമുക്കത് പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കണം. അപ്പോൾ അത്തരത്തിൽ എനിക്ക് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ് പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതൊരു അൾട്ടിമേറ്റ്ലി സിനിമ ഒരു ഡയറക്ടറുടെ കലയാണെന്ന് പറയുമല്ലോ. അപ്പോൾ അത് അയാളുടെ ഒരു കഴിവായിട്ടാണ് ഞാൻ തോന്നുന്നത്, എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ഞാനയാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ തപ്പുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോട്ടോ ആണ് അയാളെ എനിക്ക് എത്തിച്ചത്. അല്ലാണ്ട് അയാൾ സിനിമകളൊന്നും കണ്ടിട്ടില്ല, നമ്മുടെ മലയാള സിനിമയൊന്നും കണ്ടിട്ടില്ല, അയാൾ ഞാൻ അഭിനയിച്ച സിനിമകളൊന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്കറിയാമല്ലോ ഒരാൾ സംസാരിക്കുമ്പോൾ. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് അതിനെപ്പറ്റി പറയുകയൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അയാൾക്ക് തോന്നി എന്നെക്കൊണ്ട് ചെയ്യിപ്പിടിക്കുക. നമ്മളൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. ഏത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നടൻ നിലയ്ക്ക് നമുക്ക് എപ്പോഴും നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്ക്. ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാനിപ്പോഴും നാടകം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്കതിനു വേണ്ടി അധ്വാനിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ നമുക്ക് എപ്പോഴും താല്പര്യം. ഈ നാടകം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഒരു ഫിലിമും ഇതും തമ്മിലുള്ള നാടകം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, എന്നെ ആരും ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നപ്പോഴാണ് ഇതുപോലെ ആളുകളെ ഇരുത്തിയിട്ടും ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പം നാടകം കാണുമ്പോൾ എപ്പോഴും നമ്മളറിയുന്ന നാടകം കാണുന്ന ആളുകളും അതിൻ്റെ ഒരു ലിമിറ്റഡ് ആളുകളല്ലേ ഓഡിയൻസും കാര്യങ്ങളൊക്കെ.
സിനിമ എന്ന് പറഞ്ഞാൽ ആ മീഡിയയുടെ പ്രത്യേകത കാരണം പോപ്പുലാരിറ്റിയാണ് കൂടുതൽ വരുന്നത് സിനിമ. പിന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് സിനിമയിൽ. ഓക്കെ. ഇനിയിപ്പോ ഏത് നടന്റെ കൂടെ ചെയ്യാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്? ഞാൻ അങ്ങനെ ഇപ്പോൾ മലയാളത്തിലെ ഒരു നടന്മാരെയൊക്കെ ഞാനിപ്പോൾ തമിഴ് സിനിമകളെ ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹം ഇപ്പോൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നത് ജയിലർ 2 എന്ന് പറഞ്ഞ സിനിമ, രജനീകാന്ത് സാറിൻ്റെ കൂടെയാണ്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനത്തെ ലെജൻഡായിരുന്നു. അതേപോലെ നമ്മൾ ഒരുപാട് നടന്മാരെ കണ്ടു വളർന്നവരല്ലേ, അപ്പോൾ എല്ലാതരം നടന്മാരൊപ്പം എല്ലാവരും അഭിനയിക്കണതൊക്കെ ഉണ്ട്. ഇപ്പൊ തമിഴിലാണോ കൂടുതൽ? തമിഴ് ഇപ്പം ഞാൻ അത് ഓർത്തോയിൽ കഴിഞ്ഞ 2 സിനിമ റിലീസ് ചെയ്തു. ബ്ലഡി ബെഗർ എന്ന് പറഞ്ഞൊരു സിനിമ, അത് കഴിഞ്ഞ് മദ്രാസ് മാറ്റിനി. ടോട്ടൽ 3 സിനിമ റിലീസ് ചെയ്തു. ഇനി 2 സിനിമ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജയിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വരാനുള്ള മൂവി അതാണ്? ജയിലർ അല്ല, 3 സിനിമ വരാനുണ്ട്. 3 സിനിമ ഇനി വരാനുണ്ട്. ഓക്കെ. ഇനി ചേച്ചിയുടെ അടുത്ത് ചേച്ചി മറ്റേ ഓൾറെഡി പറഞ്ഞായിരുന്നു മറ്റേ മിമിക്രിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോ കൂടുതൽ ഇൻട്രസ്റ്റ് ആരെ ചെയ്യാനാണ്? ഞാൻ ശരിക്കും ഗായകന്മാരുടെ ശബ്ദം അനുകരിച്ചാണ് വന്നത്. ഒരു 35 സിംഗേഴ്സിൻ്റെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെ ഫ്ലോറിൽ നമുക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഭയങ്കര നമ്മുടെ ഇപ്പോൾ ഈ സിനിമ പോലെ തന്നെ വലിയൊരു മിറാക്കിളായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അത് ഗായികന്മാരുടെ ശബ്ദം അനുകരിച്ചപ്പോൾ തന്നെയാണ് ആ ഒരു വലിയൊരു അല്ല. അപ്പോൾ ഒരു ഗായികയുടെ പാട്ട് പാടുമ്പോഴേ അവരനുകരിക്കുന്നില്ല ചെയ്യുന്നത് സാധാരണ. അത് അതിന് വ്യത്യസ്തമായിട്ട് അവർ അതല്ല സാധാരണ ഒരാൾ ഒരു സിംഗർ പാടുമ്പോൾ, ജാനകിയമ്മനെ പാടുമ്പോൾ അധികം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടാനല്ലേ സാധാരണ സിംഗർമാർ. അപ്പോൾ ബിന്ദുജ പറഞ്ഞ അനുകരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. നമുക്കൊരിക്കലും ആ ഗായികയായിട്ട് മാറാൻ പറ്റില്ല. അപ്പൊ അവരുടെ ശബ്ദം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ജാനകിയമ്മ, ഞാനിപ്പോ സംസാരിക്കുന്നതിൽ എൻ്റെ ശബ്ദം വേറെയാണ്, ജാനകിയമ്മയുടെ ശബ്ദം വേറെയാണ്. അപ്പോൾ നമുക്ക് ജാനകിയമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയാണോ ചെയ്യുന്നത് അതോ പാട്ട് പാടുവാണ് ചെയ്യുന്നത്? അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ടെടുക്കുവാണെങ്കിൽ ഇപ്പൊ ജാനകിയമ്മയുടെ പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴയ പാട്ടാണ്. ഞാൻ എപ്പോഴും ജാനകിയമ്മയുടെ ഒരു തമിഴ് സോങ് ആണ് സ്റ്റേജിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത്. ഒരു സനം തോങ്കിടിച്ച് ഓതക്കാറ്റും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതും നീനോ പൊരിയലയേ. ജാനകിയമ്മ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ எனக்கு மலையாளம் தெரியாது, ஆனால் യേശുദാസ് என்னுடைய சகோதரன் மாதிரி நான் உங்களுக்காയി ഒരു തമിഴ് സാങ് പാട്ട് പോറേൻ. എനിക്ക് അമ്മയുടെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മനസ്സിൻ മടിയിലെ മാന്തളം. നിനക്കൊരു താരാട്ട് ഇവളൊരു പൂന്തൊട്ടിൽ ഇടയിലെന്റെ മിഴിയാകെ ഈരനൂറുന്നു ഏതുമേ താങ്ങുമേ ഭൂമി ഞാനില്ലയോ നിൻ കനവിൽ കൂടെ വാഴും ദേവസംഗീതമാണു ഞാൻ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൊരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഞാനിപ്പോൾ അനുകരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ ജാനകിയമ്മയുടെ ശബ്ദ സാദൃശ്യമുള്ള ഗായികമാർ നമ്മുടെ മലയാള സിനിമയിലുള്ള മിൻമിനി ചേച്ചി, ദലി മാമ, ഇവർക്കൊക്കെ ഓരോ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഗുരുനാഥ് കൂടിയായിട്ടുള്ള, ഞാൻ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രം സ്വാതി തിരുനാള ലതിക ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ ശബ്ദവും ആദ്യമായിട്ട് അനുകരിക്കുന്നത് ഞാനായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ലവി ടീച്ചർ. ടീച്ചർ പാടിയ കുറേ ആകാരങ്ങളുണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഓഡിയൻസിനടുത്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത് ഏത് സിനിമയിലാണെന്നൊക്കെ ചോദിക്കും. ലാ 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 അതേത് സിനിമയിലാണ് ഭയങ്കര കേട്ടിട്ടുള്ളൊരു പാട്ട്. ഇത് എന്താ ഒരു പാട്ടിന്റെ ആദ്യത്തെ ഹമ്മിങ് അല്ലേ ഇത്? വന്ദനം. അപ്പൊ അതുപോലെ കൊറേ ചിത്രം അങ്ങനെ ടീച്ചർ
ഒത്തിരി സിനിമയിൽ ഇങ്ങനെ ഒരുപാട് അകാര്യങ്ങൾ പാടി വെച്ചിട്ടുണ്ട്. കാതോട് കാതോരം തൊട്ട് ഒരുപാട് സിനിമകൾ. അപ്പോൾ എനിക്കതും ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അനുകരിക്കുന്ന ആളുകളുടെ മുമ്പിൽ തന്നെ പെർഫോം ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ കൂട്ടത്തിൽ കിട്ടും. നമ്മുടെ തമിഴകത്തിൻ്റെ പോപ്പ് ഗായിക എന്നറിയപ്പെടുന്ന ശുഭ ചേച്ചി. കുളം പച്ചമോളും തുടിത്താളമോടെ നടക്കൻ്റെ കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട് തണുപ്പോടുമാ നാട്ടിൽ നിങ്ങളും വായോ ഓ ഓ നിലാപ്പൊങ്കലായാലോ പാടടി നീ ഓ ഓ അങ്ങനെ അങ്ങനെ ഒരു 35 സിംഗേഴ്സ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി തൊട്ട് ഒരുപാട് ഗായികമാരുടെ റിമി ചേച്ചി, പാലക്കാരി റിമി ചേച്ചി. റിമി ചേച്ചിയുടെ സൗണ്ട് എടുക്കുക ചേച്ചിയുടെ കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം, ഹൃദയം നിറയെ പ്രണയം പകരാൻ നാഥനായി നീ കൂടെ വേണം. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം. നല്ല നാദസ്വരം നാദസ്വരം ഇത് വേറെ മാസ്റ്റർ പീസ് ഉണ്ട്, അത്ഭുതപ്പെടുത്തിയത്. ഇതല്ലാണ്ട് വേറെ കഴിവുകളുണ്ടോ? ഇതാണ് മറ്റേതാണ് കഴിവ്. ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന കഴിവുണ്ട്. ഇതല്ല മിമിക്രിയിലേക്ക് ലേഡീസ് വരുന്നത് ഭയങ്കര റെയർ. അല്ല വല്ലവരുടെയും ശബ്ദം അനുകരിക്കോ? ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും അല്ല സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ ഫസ്റ്റ് പുരുഷന്മാരുടെ അനുകരിക്കോ? പുരുഷന്മാരുടെ പണ്ട് നമ്മളൊരു തീമായിട്ടാണല്ലോ മിമിക്രി ചെയ്യുന്നത്. മത്സരത്തിന് തീമാക്കണം. അപ്പൊ എന്റെ തീം ടൈറ്റാനിക് ആയിരുന്നു. ടൈറ്റാനിക്കിൽ നമ്മുടെ ഗായകന്മാരും നടിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ യാത്ര ചെയ്യുന്നതായിട്ടായിരുന്നു. എന്നിട്ട് ചെയ്താണ്. അപ്പൊ ലാലുലസ് പേഴ്സണലായിട്ട് പറയുവാ കേട്ടോ, ആരും പറയത്തില്ല പേഴ്സ് കളഞ്ഞു പോയെന്ന്. എന്നാ ഞാൻ പറയുവാ എന്റെ പേഴ്സ് കളഞ്ഞു. അങ്ങനെയൊക്കെ. അപ്പൊ ഒരു 4 കല്യാണം ലൈവായിട്ട് ശരിക്കും നമ്മുടെ കല്യാണം എനിക്ക് നാശം ചെയ്യാനുള്ളൊരു ഭാഗ്യം. കല്യാണത്തിന് നാദസ്വരം ഇദ്ദേഹമാണ് വായിക്കുന്നത്. ഇതുകൊണ്ടല്ല പി പി കൊണ്ടല്ല വായിക്കുന്നത്. ഓക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിലാണ് ഞാൻ ഫസ്റ്റ് ശ്രീകണ്ഠൻ നായർ സാറ് ഇതുപോലെ ആ ഒരു വലിയൊരു നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതില് ഞാൻ ഈ നാസുരം ചെയ്യുന്ന സമയത്ത് കമന്റിൽ കുറെ പേര് എന്തോ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നാസുരം വായിക്കുവാണെന്ന്. അപ്പൊ അത് ഞാൻ അന്നേരം ആ സ്റ്റേജിൽ പ്രൂവ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ശ്രീകണ്ഠൻ സാറ് തന്നെ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, മോളെ തൃച്ചിയിൽ നാദസ്വരവും ഈ തകിലിൻ്റെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലത്ത് നമുക്കൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, അത് ശരിക്കും കല്യാണത്തിന് തന്നെ നാദസ്വരം വായിക്കണം. അപ്പൊ അങ്ങനെ അത് പോയി. അതാണ് ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ തകിലൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മള് നാദസ്വരം ചെയ്യാൻ പറ്റും.
എത്ര പാട്ട് ആ പാട്ടിന്റെ ഫുൾ ലെങ്ത് നമുക്ക് ഇതാ ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ഫുള്ള് വരെ ഭയങ്കര എഫക്റ്റ് മറ്റേ സ്റ്റേജ് മൈക്കിലൊക്കെ ചെയ്യുമ്പോ ഇതിപ്പോ നമ്മള് എങ്ങനെ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് പ്രത്യേകം ട്രാക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് തകിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ട്. വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ചെയ്യാ? ഇൻസ്ട്രുമെന്റ് ഷെഹനായി എന്ന് പറഞ്ഞു പണ്ട് നമ്മള് റേഡിയോ ഒക്കെ കേട്ടാണല്ലോ നമ്മുടെ. അപ്പൊ ഏതെങ്കിലും VIPs മരിച്ച ദിവസം അന്ന് ഷെഹനായിയുടെ അടിപൊളി. അതുപോലെ മറ്റേ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറയില്ല, അത് ഈ ഗായികമാരുടെ ശബ്ദാനുകരിക്കുന്ന സമയത്ത് നമ്മുടെ കോമഡി ഉത്സവത്തിൽ മിഥിലാജ് സാറാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ ഞങ്ങളുടെ കോമഡി ഉത്സവത്തിൻ്റെ ഡയറക്ടർ സാറാണ് ഞങ്ങൾക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അദ്ദേഹത്തിൻ്റെ 1525 പേരുടെ വീട്ടിൽ ആ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. അതിനകത്ത് മിഥിലാജ് സാറിൻ്റെ പേരും ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് എനിക്കിനി ഈ 1525 പേരുടെ വീട്ടിലും പോയിട്ട് ധൈര്യമായിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഗായികമാരുടെ ശബ്ദം അനുകരിച്ചാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറിയത്. പിന്നെ ഇങ്ങനെ ചീപ്പൊക്കെ വെച്ചിട്ട് കുറെ വെറൈറ്റികളൊക്കെ അമ്മയൊക്കെ പണ്ട് ഉറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചീപ്പൊക്കെ വെച്ച പാട്ടൊക്കെ പാടി പാരമ്പര്യമായിട്ട് വീട്ടിലെല്ലാരും അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവക്കും ഉണ്ട്. അവള് മെമിക്രി ആർട്ടിസ്റ്റ് ആണ്. ബ്രദർ എൻ്റെ അടുത്ത ബ്രദർ എൻ്റെ അനിയൻ ബിനീഷ്, അവന് ഈ സരിഗമപയുടെ അസോസിയേറ്റ് ഡയറക്ടർ ഒക്കെ ആയിരുന്നു. ആള് നമ്മുടെ ഈ അച്ഛനമ്മമാരുടെ കരുണാലയത്തിലെ അച്ഛനമ്മമാരുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാം ഇതുപോലെ ഡയറക്റ്റ് ചെയ്യുന്നത് ആളാണ് വിനീഷാണ്. ഞങ്ങൾ രണ്ടുപേരും നമുക്ക് ബഷിയാസ് എന്ന് പറഞ്ഞൊരു മോനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയും എന്തെങ്കിലും പ്രോജക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പൊ ഈ പടം ഞങ്ങൾ ജനുവരിയിലേക്കാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ജനുവരിയിൽ ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അത് ഈ പറയുന്ന ഇപ്പൊ ഈ പാടിയ കള്ളച്ചിരി എന്ന് തുടങ്ങുന്ന ആ പാട്ടിന്റെ തന്നെ റീൽസിന്റെ ഒരു മത്സരം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് ഈ സമയത്ത് അപ്പോൾ റിലീസിന് മുമ്പായിട്ട് അപ്പൊ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ അടുത്ത പടത്തിലേക്ക് നമ്മൾ ഓഡീഷൻ അല്ലാതെ തന്നെ നമുക്കൊരു അവസരം കൊടുക്കാൻ വേണ്ടി. ഇനി ആ ഒരു റീൽസ് വഴി ആ റീൽസിന് ക്യാഷ് പ്രൈസും ഉണ്ട്. നന്നായിട്ട് നമ്മുടെ മുമ്പിൽ തരുന്ന ആൾക്ക് ക്യാഷ് പ്രൈസും ഉണ്ട്. അപ്പൊ ആ പാട്ട് നമ്മുടെ ആദർശേനായും വൈഫും കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയിൽ ഇൻസ്റ്റാഗ്രാമിൽ താരങ്ങളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ചത്. ശരിക്കും ഞങ്ങള് ഈ പാട്ട് ആദ്യം ഡയറക്ടർ ഇടയ്ക്ക് പെട്ടെന്ന് ജോലി കിട്ടി അയർലൻഡിൽ വന്നു പോയി. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് പ്രദീപ് പള്ളുരുത്തിയോടാണ് ഈ പാട്ട് പാടാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്ങിന് വന്നിരിക്കുമ്പോഴാണ് ഇത് മെയിൽ വേർഷൻ മാത്രം പോരല്ലോ, നമുക്കൊരു ഫീമെയിൽ വേർഷനിൽ വന്നാൽ അതിൻ്റെ അതൊരു കോമഡി വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞങ്ങൾ ഡയറക്ടറുമായിട്ട് സംസാരിച്ച് പ്രദീപ് സാറുമായിട്ട് സംസാരിച്ചിട്ടാണ് പ്രദീപ് സാറാണ് ബിന്ദുജാനെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, പുതുമുഖമാണ്, നമുക്കൊന്ന് പാടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ ഞങ്ങളുടെ വേറൊരു നാടൻ പാട്ട് പാടാനായിട്ട് പ്രസീത പുള്ളുരുത്തി നല്ല 4 പാട്ടുണ്ട് കേട്ടോ ഈ പടത്തിന്. അതെ, അപ്പൊ പ്രസീത ചാലക്കുടി വന്ന് അങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ ഈ ബിന്ദുജാനെ കണ്ടിട്ട് ആ ബിന്ദുജി ഇവിടെ ഉണ്ടായിട്ടാണ് എന്നെ വെറുതെ ഇവിടം വരെ വരുത്തിയത്. ആ പാട്ട് കൂടെ ആ കുട്ടിക്ക് കൊടുത്തേക്ക് നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പൊ അന്നേരം ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ടൊരു പരിചയമില്ല. അപ്പൊ പ്രദീപ് പള്ളുരുത്തി പരിചയപ്പെടുത്തിയേ പരിചയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആളാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ശബ്ദാനുകരണവും അപ്പൊ ഒരു കോളേജിലേക്ക് ഞാൻ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു. പക്ഷെ ആ കോളേജ് ശരിക്കും 1 മണിക്കൂർ ആ കുട്ടികളെ മുഴുവൻ എന്റർടൈൻ ചെയ്യിച്ച് അവർക്കെല്ലാം വളരെ ഇഷ്ടമായി. അങ്ങനെ ചെയ്യാറുണ്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് സാറ് പറഞ്ഞില്ലേ, സാറിന്റെ ആ തിയേറ്റർ അനുഭവം, നമുക്ക് സ്റ്റേജിന് മുമ്പിൽ നമ്മുടെ ഓഡിയൻസിനോടൊപ്പം നിൽക്കുന്ന ഒരു വൈബ് വേറെയാണ്. നമുക്കിപ്പോ നമ്മൾ 3 പേരായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു.
അതും നമ്മുടെ ഓഡിയൻസിന്റെ മുന്നിൽ നമ്മൾ ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മൾ അവരുമായിട്ട് ഭയങ്കര ഒരു ഇന്ററാക്ഷൻ നടക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജ്. എപ്പോഴും നമ്മുടെ ഒരു ഭയങ്കര സ്റ്റേജ് ഷോസ് എപ്പോഴും ഭയങ്കര അത് തന്നെ ഈ മിമിക്രി കാരണം തന്നെ ഒരു 15 രാജ്യങ്ങളിൽ പോകാൻ പറ്റി. അത്യാവശ്യം കുറെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്നോടൊപ്പം എത്രയോ നേരം എന്റെ കൂടെ സഹകരിച്ചിരുന്നേരും. ഓക്കെ. അപ്പൊ കരുതൽ എന്ന് പറഞ്ഞ സിനിമ ഏറ്റെടുക്കണം. കാരണം അങ്ങനെ ഭയങ്കര ഒരു താരപ്പകട്ടുള്ള സിനിമയല്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ ഒരു ഇതാണ് ഇത്തരം സിനിമകൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മീഡിയയിൽ നിന്നൊക്കെ അതാണ് ആവശ്യപ്പെടുന്നത്. അതരത്തിലായിരിക്കട്ടെ സിനിമയ്ക്ക് എല്ലാവരും. ഞങ്ങളുടെ പടം അമേരിക്കയിലും അയർലൻഡിലും പല രാജ്യങ്ങളിലും 3 രാജ്യങ്ങളായിട്ട് ഷൂട്ട് ചെയ്തതാണ്. താരപ്പകിട്ടില്ലെങ്കിലും വലിയ സിനിമയാണ്. സിനിമയുടെ കണ്ടന്റ് വളരെ വലുതാണ്. അമേരിക്ക, കേരളം, UK, ഇന്ത്യയിലും. അതല്ലേ ശരിക്കും വലിയൊരു കണ്ടന്റ് ആണ്. ഇന്നത്തെ സമൂഹം ഇതിനൊരു ഉത്തരം കണ്ടെത്തണം. ഞങ്ങൾ അതിൻ്റെ അകത്തൊരു ഉത്തരം പറയുന്നില്ല. ഉത്തരം പറയേണ്ടത്, ഉത്തരം കണ്ടെത്തേണ്ടത് ഇതിന് 2 സൈഡും പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂവിന് 2 സൈഡും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയാണ്. അതിന്റെ 2 സൈഡും നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓഡിയൻസിന്റെ കയ്യിലേക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ജനുവരിയിലാണ് കരുതൽ റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണാം. ഓക്കെ. ഓക്കെ, താങ്ക് യു.